പിന്നെ 12ാം ഭാവമാണെങ്കിൽ ഏറ്റവും മുഖ്യമായ ഒരു സൂചന വിദേശ യാത്രകളെ കുറിച്ച് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 12ാം ഭാവമായിട്ട് ചേർന്ന് ചിന്തിക്കാം. 10ാം ഭാവത്തിൽ 12 നിൽക്കുന്നവർക്ക് വിദേശത്ത് ജോലി ചെയ്യാനോ വിദേശമായിട്ട് ബന്ധപ്പെട്ട ജോലി, ചിലപ്പോൾ വിദേശ MNCs നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഫോറിൻ കമ്പനികൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ജോബ് ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ 12ാം ഭാവം എന്നുള്ളത് മുഖ്യമായിട്ട് അങ്ങനെ എല്ലാ മാസത്തൊന്നും ഇല്ലാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആധ്യാത്മികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം മോക്ഷസ്ഥാനം എന്നാണ് പറയുന്നത്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിനനുസരിച്ച് ഈ വ്യക്തിയുടെ ആധ്യാത്മിക പുരോഗതിയെ എന്ന് സൂചിപ്പിക്കാൻ സാധിക്കും. ചെലവിനെ കുറിച്ച് പറയുമ്പോൾ ആശുപത്രിയുമായിട്ടുള്ള ചെലവ് 12ാം ഭാവം കാണിച്ചിരുന്നു. 6 കോൺട്രാക്റ്റിൽ കൂടി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ രോഗത്തിന് വേണ്ടിയിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി പൈസ ചെലവാകുന്ന ജാതകമായിരിക്കും. 8ാം ഭാവവും രൂപയും 12ഉം ഒക്കെ ബന്ധപ്പെട്ട് വരികയും ശരീരത്തിൽ മുറി പറ്റിയത് ആശുപത്രിയിൽ കൊടുത്തു ചെലവുകയാണ്. ഇങ്ങനെ നമ്മൾ ബന്ധിപ്പിച്ചിരിക്കും. അപ്പൊ ആശുപത്രിയെ കുറിച്ച് ചിന്തിപ്പിക്കുന്നത് 12ാം ഭാവമാണ്. സങ്കടത്തിൽ ഇരിക്കുന്ന അവസ്ഥ 12ാം ഭാവമാണ് കാണിക്കുന്നത്. സങ്കടത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ജയിൽവാസം ഉണ്ട്, അവിടെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ആണ്, നമ്മുടെ സ്വപ്നം ജീവിക്കാൻ പറ്റില്ല. അതുപോലെ ബന്ധനത്തിലെ കാണിച്ചത് എന്ന് പറഞ്ഞാൽ ആശ്രമവാസം, ആശ്രമത്തിൽ സാധാരണമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ജീവിക്കുന്ന ആൾക്കാർ, ഒരുപാട് നിർബന്ധങ്ങൾ ശിക്ഷയനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ സമയത്ത് അതൊക്കെ 12ാം ഭാവമാണ് കാണിക്കുന്നത്. ഇപ്പൊ ചില ജാതകത്തിൽ സ്വാധ്യാപകം 12ാം ഭാവം ഇങ്ങനെയൊക്കെ ബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അതിനെ കാണാറുണ്ട്. വളരെ സന്തോഷമൊന്നും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, മിലിറ്ററി പോലീസുള്ളവർ ഒരുപാട് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അതൊക്കെ ഈ ബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ അസുഖങ്ങളുമായിട്ട് പെട്ട ബന്ധനമുണ്ട്. ഡയബറ്റീസ് ഉള്ളതാണെങ്കിൽ അവർക്ക് ഫുഡിന്റെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. BP ഉള്ളവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ബന്ധനം എന്നുള്ള അനുഭവത്തിൽ പെട്ടതാണ്. സ്വാതന്ത്ര്യമില്ലായ്മ ഇത് 12ാം ഭാവമാണ് കാണിച്ചു തരുന്നത്. അപ്പൊ വിവാഹമോചനം കാണിച്ചു തരുന്നത് 12ാം ഭാവമാണ്. 12ാം ഭാവത്തിൽ മിക്കവാറും ഭാര്യയും ഭർത്താവും അകന്നു പോകുന്നത് കാണാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു യോഗം വരുന്ന സമയത്ത് സാധാരണ ഒരു നല്ല ജ്യോതിഷിയാണെങ്കിൽ എന്ത് പറയും? അവരോട് പറയുന്നത് 10 ദിവസം 15 ദിവസം മാറി നിൽക്കും. പരസ്പരം മാറി നിന്നിട്ട് ആ യോഗം അനുഭവിച്ചു നിൽക്കാൻ ദൂരെ പോയിട്ട് മാറി നിൽക്കുക. അതേ ഉള്ളൂ. യോഗം ഉണ്ടെങ്കിൽ അതിനെ കഴിയുന്നത്ര അതിന്റെ എഫക്റ്റ് കുറച്ചെടുക്കുന്നത്. ഒരു 15 ദിവസം ആ വിരഹം എന്നുള്ള ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞാൽ ആ യോഗം അതോടുകൂടി കഴിഞ്ഞു. വീണ്ടും ഒരു പഴയ ഇങ്ങനെ പലപ്പോഴും തലമുറമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും അതിന് ഭാര്യ നെക്സ്റ്റ് നിങ്ങൾ തന്നതാക്കി ചെയ്യും എന്നൊക്കെ ആരെങ്കിലും പറയുമ്പോൾ അവർ പിന്നീട് അതിന്റെ ശേഷം പിന്നെ കുറെ പൂജാവിധികളും കാര്യങ്ങളൊക്കെ പറയും. ഇതിന്റെ ആവശ്യമില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അവനവന്റെ ഇഷ്ടദൈവത്തിനോട്, ഇന്ന ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്നൊന്നും ഇഷ്ടദൈവം ആരാണോ ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. കാരണം ഇഷ്ടദൈവം അവനവന്റെ ഉടലാണ്, അവനവന്റെ ശക്തിയാണ് നേടുന്നത്. അതാണ് അതിന്റെ പേര്. നന്നായി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനൊരു അനുഭവം വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ അനുഭവത്തിന് സ്വീകരിച്ചു, യോഗത്തിന് സ്വീകരിച്ചു, അനുഭവിച്ചു തീർത്തു. അതിന് അർത്ഥം വളരെ ചുരുങ്ങിയ കാലങ്ങളായിട്ട് ഒരു യോഗം നമുക്ക് അനുഭവിച്ചു കഴിയും. ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കാം. സാധാരണ ഇപ്പോൾ ഏതെങ്കിലും സമയത്തൊക്കെ നമ്മള് കടബാധ്യത, ധനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അപ്പൊ ആ സമയത്ത് ജോലിച്ച് പറയുന്നത് ഒരു വീടെടുക്കാൻ പറയും. ഹൗസിംഗ് ലോണൊക്കെ എടുത്തിട്ട് ഒരു വീട് വാങ്ങും. അപ്പൊ എന്തായാലും ലോൺ വാങ്ങാനുള്ള അവസ്ഥയുണ്ട്, ഒരു യോഗമുണ്ട്. ഈ ഒരു ജീവൻ ആ അവസ്ഥയ്ക്കൂടെ കടന്നു പോകണം. പക്ഷെ ആ അവസ്ഥയെ അവനെ അനുകൂലമാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഒരു ഹൗസിംഗ് ലോൺ എടുത്ത് വീട് വാങ്ങിയാൽ ഈ ഏതൊക്കെയും ഒരു കഴിയുമ്പോൾ ലോൺ എന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ ഒരു അസറ്റ് കഴിയും, ഒരു വീട് കഴിയും. ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ജ്യോതിഷത്തിന്റെ ഒരു ഗൈഡൻസ് നമുക്ക് അനുകൂലമാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് വയസ്സിലാകത്ത് 20, 60, 65 വയസ്സാകുമ്പോൾ ആശുപത്രിയിൽ പോകാൻ യോഗമുണ്ട്, BP കൂടാൻ സാധ്യതയുണ്ട്, എനിക്ക് ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിയുന്ന സമയത്ത് ആദ്യം മുതലേ ഒരു ഡയറ്റ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ജാതകത്തിന്റെ ഫലത്തിനെ വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കീഴടങ്ങി ജീവിക്കേണ്ട ആവശ്യം ഇല്ല. ഈ മാർഗദർശനം സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിനെ അവനവന്റെ കയ്യിൽ നിർത്താൻ ശ്രമിക്കുക. പിന്നെ 12ാം ഭാവം കാണിച്ചു തരുന്നത് പൊതുജനങ്ങളിൽ നിന്നുള്ള പൊതുജന രോഷം. ഇതൊക്കെ മുഖ്യമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാര്, ജനങ്ങളുമായിട്ട് സ്വാധീനിക്കുന്ന ആൾക്കാർ, അവരുടെ
പറഞ്ഞാൽ ഇത് ഈ സമയം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരുപാട് എതിർപ്പുകൾ വരുന്ന സമയം അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വേണം എന്തെങ്കിലും നടപടികളൊക്കെ സ്വീകരിക്കുമ്പോൾ കോടതി രജിസ്ട്രേഷൻ വരുത്തുന്നതൊക്കെ കാണും. ഈ കാലത്തേക്ക് പ്രശ്നം ഒരു ഇലക്ഷന്റെ ടൈമിൽ പൊതുജന വിളക്കുള്ള സമയത്ത് മിസ്സായിട്ട് വരുന്ന സമയത്ത് ഇലക്ഷനുകൾ കുറച്ച് പോയി വരും. അതൊക്കെ വളരെ സൂക്ഷിക്കാം. ആ സമയത്തേക്ക് അനുകൂലമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ച് നല്ലതാണ്. അന്നേരം ആ സമയത്ത് ഓടിപ്പോയിട്ട് അപ്പുറത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന് നിങ്ങൾ അത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം. പ്രകൃതിക്ക് ഒരു തീരുമാനങ്ങളുണ്ട്. അത് ആ വഴിയെ പോകുള്ളൂ. നമ്മൾ വേണം അതൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. അതാണ് ജാതകത്തിന്റെ കാര്യം മനസ്സിലാക്കുന്നത്. ഗൂഢമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ്, രഹസ്യമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് കാണിച്ചിരുന്നത് 12ാം ഭാവാധിപതി എന്ന് പറഞ്ഞാൽ ഫൈ ആവുക, CAD ആവുക, അതിനൊക്കെ പ്രത്യേക നൈപുണ്യമുള്ള ആൾക്കാരുണ്ട്. അവർ ഓൾമോസ്റ്റ് നോട്ട് എക്സിസ്റ്റിംഗ് ആ രീതിയിൽ ജീവിക്കുന്നവർ. അങ്ങനെ ഒരു വ്യക്തിയെ ഇല്ലാതാണ് ബാക്കിയുള്ളവർ ജീവിക്കുന്നത്. കാരണം അതങ്ങനെ മറ്റൊരു ഐഡന്റിറ്റിയിൽ അവരറിയാതെ മറ്റൊരു സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ 12ാം ഭാവമാണ് കാണിച്ചിരുന്നത്. ഗൂഢമായിട്ടുള്ള ദൗർബല്യം ചിലർക്ക് അങ്ങനെയുണ്ട്. രഹസ്യമായിട്ടുള്ള ഒരുപാട് സ്വഭാവങ്ങളാണ്. പുറത്താർക്കും അറിയില്ല. അവരുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാർ. അങ്ങനെ കുറച്ച് ഈ ഓർഗനൈസിംഗ് ആൾക്കാർ വിശ്വാസം ചെയ്ത് നിയമപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തിരികെ പലരും ഓപ്പണായിട്ട് പറയുന്നു. ഇതിനൊക്കെ നിയമപരമായിട്ട് തെറ്റായിരുന്ന കാലത്ത് വളരെ ഗുണമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആൾക്കാർക്ക് അതൊക്കെ ഈ 12ാം ഭാവത്തിൽ നിന്ന് അതിന്റെ സൂചനകൾ. ഇത് സൂചന കിട്ടുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വരുത്തുന്ന സ്വഭാവത്തിൽ വരുത്തുന്ന മാറ്റം, ചികിത്സയിൽ വരുത്തുന്ന മാറ്റം, ഇതൊക്കെ അതിന് മനസ്സിലാക്കാൻ സാധിക്കും. കേസ് തോറ്റു പോവുക, ശിക്ഷ അനുഭവിക്കേണ്ടി വരിക, ജയിലിൽ പോകേണ്ടി വരിക, ഇതെല്ലാം 12ാം ഭാവത്തിലുള്ള സൂചനകളാണ്. 12ാം ഭാവം ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് മിക്കവാറും കേസുകളിൽ പോവാതിരിക്കുന്നതാണ് നല്ലത്. തോറ്റു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 14ാം ഭാവമാണെങ്കിൽ ജയിക്കേണ്ട സാധ്യത കൂടുതൽ. ഈ സമയത്തൊക്കെ നമ്മുടെ ഒരു ഗൈഡൻസ് കാലമാണ്, നമുക്ക് അനുകൂലമായ കാലമാണ്. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ പരാജയങ്ങൾ സംഭവിക്കുക. എത്രത്തോളം പഠിച്ചു കഴിഞ്ഞാൽ 12ാം ഭാവാധിപന്റെ സമയത്ത് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു പോകുന്നതായിട്ട് കാണാം, പരാജയപ്പെട്ടു പോകുന്നതായിട്ട് കാണാം. ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ചിലർ ഈ റിസൾട്ട്